ഹലോ! എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്ന് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു മാങ്ങാക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് തേങ്ങാപ്പാൽ വേണ്ട, തേങ്ങ അരച്ചൊന്നും ചേർക്കണ്ട. വളരെ സിമ്പിളായിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങാക്കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടട്ടെ. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി ഉലുവ കരിഞ്ഞു പോകരുത്. ഒന്ന് ചെറുതായിട്ട് പൊട്ടി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 10-15 ചെറിയുള്ളി ഉണ്ടാവും. അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതാണ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു മാങ്ങാക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 7 വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചതാണ്. അതും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് ഈ ചെറിയുള്ളിയുടെ കൂട്ടത്തിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചെറിയുള്ളി ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം നമ്മൾ ക്വാണ്ടിറ്റിയിലാണ് മാങ്ങയും ഉള്ളിയൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കറി എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കായപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണം കിട്ടും. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് തീ കുറച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി മാങ്ങാക്കറി റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട.